ഹായ് ഫ്രണ്ട്സ്, ഞാൻ റൌഫ്. അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പിക്കിൾ ചട്നിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ, അല്ലെങ്കിൽ മന്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ചട്നിയാണ്. അപ്പോൾ ഞാനിത് ഏത് രീതിയിലാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല യമ്മി ആയിട്ട് നമുക്ക് ഈ പിക്കിൾ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ പാനാണ് ഇതിനായിട്ട് അടുപ്പിലോട്ട് വെച്ച് ഇതിലോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇന്നത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 6 വറ്റൽമുളകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളകിൻ്റെ കളറ് മാറാനായിട്ട് പാടില്ല കേട്ടോ. ഇതുപോലെ നല്ലൊരു കളറായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുത്താലും കിട്ടണം. അതായത് ഇത് കരിയാൻ പാടില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടൊന്നുമില്ല. നല്ലൊരു ചുവപ്പ് കളറായി കിട്ടിയാൽ തന്നെ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഡ്രൈൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് തീനെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത്. നിങ്ങൾക്കിത് നുറുക്കി വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ഇഞ്ചിയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഫ്ലേവറെല്ലാം ഈ എണ്ണയിലോട്ട് പോകുന്നതിനായിട്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് പോയി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഞ്ചി നേരിട്ട് ഉപയോഗിച്ചാലും വേറൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 5 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഒരല്പം വാടിയതിന് ശേഷം വേണം നമ്മളിതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മൂപ്പ് വേറെ വേറെയാണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലൊരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി കിട്ടുന്ന സമയം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം ഇതിൻ്റെ കളറ് മാറാനായിട്ട് പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 12 ചുവന്നുള്ളി അഥവാ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ചട്നിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ഈ കളറുണ്ടല്ലോ, റോസ് പിങ്ക് കളറ്, ഇതൊന്ന് നമുക്ക് മാറിക്കിട്ടണം. അതിനായിട്ട് നമുക്ക് ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂത്തു എന്ന ഒരു പരുവുണ്ടല്ലോ നമുക്ക്. അതിൻ്റെ പരുവ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് നന്നായിട്ട് നമുക്കൊന്ന് ചേഞ്ചായി വരുമല്ലോ. ആ സമയമാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കി എടുക്കേണ്ടി വരും. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ആക്കി എടുക്കാം. ഈ സമയം നമുക്ക് കുറച്ചൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടൊരു 4-5 കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടാനായിട്ട് പാടില്ല കേട്ടോ. കറിവേപ്പിലയുടെ അളവ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കുറഞ്ഞ അളവിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കറിവേപ്പില ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കളറെല്ലാം നമുക്ക് നന്നായിട്ട് പോയി കിട്ടിയത് കണ്ടില്ലേ, ഈ ചെറിയ ഉള്ളിയുടെ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
അടുത്ത നമ്മളെ പരിപാടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്ത് അതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചുവന്ന മുളകുണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ചട്നിയെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിലോട്ട് കല്ലുപ്പ് ആഡ് ചെയ്ത് അരച്ചെടുക്കുമ്പോൾ, അതായത് മിക്സിയിലെല്ലാം അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടാൻ കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഞാനിതിനെ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളൂ, അരച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലോട്ടായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് തരുതരുപ്പായിട്ടാണ് ഇപ്പോൾ ഉണ്ടാവുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 ചെറിയ കഷ്ണം പുളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, അതാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. ശർക്കര ഉപയോഗിച്ചാൽ നല്ലൊരു കളറായിരിക്കും. ഇനി നമുക്കിതിനെ ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയത്. കണ്ടോ, ഇതിലോട്ട് ശർക്കരയും പുളിയും കൂടി ചേർന്നപ്പോൾ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, നമ്മൾ ഉള്ളിയും അതുപോലെ മുളകൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് ഇതിനെ നമുക്ക് വീണ്ടും അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചട്നിയുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ പിക്കിൾ ചട്നിയുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് അരവ് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. വിനാഗിരിയും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട്. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ, മന്തിൻ്റെ കൂടെ, എന്തിനു പറയുന്നു, നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ബിരിയാണി ചട്നിയോ അല്ലെങ്കിൽ ഈ പിക്കിൾ ചട്നി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ രീതിയിൽ നിങ്ങൾ ഈ പിക്കിൾ ചട്നി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്